നമസ്കാരം. വീക്ക്ലി മ്യൂസിങ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് ഫെബിൻ. നമ്മളെല്ലാവരും പാസ്വേഡ് ഉപയോഗിക്കുന്നവരാണല്ലേ. നമ്മുടെ മൊബൈലിലെ ഓരോ ആപ്പിലും നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ വെബ്സൈറ്റിലും നമ്മൾ പാസ്വേഡ് ഉപയോഗിക്കാറുണ്ട്. ഇത് നമ്മൾ പുറത്തു പോകുമ്പോൾ വീട് പൂട്ടിപ്പോകുന്ന പോലെ നമ്മുടെ പേഴ്സണലായിട്ടുള്ള വിവരങ്ങൾ പൂട്ടിവെക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന താക്കോലുകളാണ് പാസ്വേഡ്. ഡിജിറ്റൽ വേൾഡിൽ 1960-കൾ മുതൽ തന്നെ നമ്മൾ പാസ്വേഡ് ഉപയോഗിക്കുന്നുണ്ട്. ഇന്നുള്ളതുപോലെ അത്ര സെക്യൂറൊന്നും ആയിരുന്നില്ല അത്. പലപ്പോഴും പ്ലെയിൻ ടെക്സ്റ്റ് രൂപത്തിലാണ് അന്നൊക്കെ പാസ്വേഡ് സൂക്ഷിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ സെക്യൂരിറ്റി ബ്രീച്ചും ആ കാലത്ത് തന്നെ ഉണ്ടായി എന്നുള്ളതാണ് സത്യം. ആരോ പാസ്വേഡുകൾ സ്റ്റോർ ചെയ്തിരുന്ന ടെക്സ്റ്റ് ഫയൽ പ്രിൻ്റ് എടുത്ത് ബാക്കിയുള്ളവർക്ക് കൊടുത്തു. അതാണ് ആദ്യത്തെ സെക്യൂരിറ്റി ബ്രീച്ച്. 1970-കളിൽ ഹാക്കർമാർ രംഗത്ത് വന്നു, റിയൽ വേൾഡ് ഹാക്കേഴ്സ്. അതോടുകൂടിയിട്ട് പാസ്വേഡുകൾ സുരക്ഷിതമായി സൂക്ഷിക്കാൻ വിവിധ തരം എൻക്രിപ്ഷൻ അൽഗോരിതങ്ങളും മറ്റും നിലവിൽ വന്നു. കാലം പോകുന്തോറും പാസ്വേഡുകൾ സുരക്ഷിതമാവേണ്ടതിൻ്റെയും സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടതിൻ്റെയും ആവശ്യകതയും കൂടി വന്നു. നമ്മൾ കേട്ടിട്ടുണ്ട് പലപ്പോഴും ATM കാർഡ് നഷ്ടപ്പെട്ടു, പലരും കാശ് നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഇവരുടെ പിൻ നമ്പർ എങ്ങനെ ഈ കാശെടുത്ത ആൾക്ക് കിട്ടിയെന്ന്. പലരും ATM കാർഡിൻ്റെ കവറിൽ തന്നെ പിൻ എഴുതി വെച്ചതുകൊണ്ടാണ് അത് സംഭവിച്ചത്. അതുപോലെ നമ്മുടെ വീട്ടിൽ ഒരുപാട് വിലപിടിപ്പുള്ള വസ്തുക്കൾ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും താക്കോല് ചവിട്ടിയുടെ താഴെയോ ഷൂസിൻ്റെ ഉള്ളിലോ ചെടിച്ചട്ടിയിലോ ഒന്നും വെച്ചിട്ട് പോവില്ലല്ലോ. ഇനി അവിടെയൊക്കെ വെച്ചാലും ഒരിക്കലും താഴെ തന്നെ വെച്ചിട്ട് പോവില്ലല്ലോ. ഇതുപോലെയാണ് പാസ്വേഡുകളുടെ കാര്യവും. നിങ്ങൾ ഉപയോഗിക്കുന്ന പാസ്വേഡുകൾ എങ്ങനെ ഏറ്റവും സുരക്ഷിതമായി സേഫായി ഉപയോഗിക്കാം, എങ്ങനെ അത് സൂക്ഷിക്കാം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡ്. നമ്മൾ ഉപയോഗിക്കുന്ന പാസ്വേഡുകൾ രണ്ട് കൂട്ടർക്കാണ് അറിയാവുന്നത്. ഒന്ന് നമുക്ക് തന്നെയാണ്, മറ്റൊന്ന് നമ്മൾ ഏത് ആപ്പിലാണോ അല്ലെങ്കിൽ വെബ്സൈറ്റിലാണോ ഈ പാസ്വേഡ് ഉപയോഗിക്കുന്നത് അവർക്ക്. പണ്ടൊക്കെ ഈ വെബ്സൈറ്റുകളും ആപ്പുകളും അത്ര സുരക്ഷിതമായി അല്ല നമ്മുടെ പാസ്വേഡുകൾ സൂക്ഷിച്ചിരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ടൊക്കെ സൂക്ഷിച്ചിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഹാക്കേഴ്സ് ഈ കമ്പനികളുടെ സുരക്ഷാ വീഴ്ചകൾ അല്ലെങ്കിൽ പാളിച്ചകൾ മുതലെടുത്തുകൊണ്ട് ഈ യൂസേഴ്സിൻ്റെ ഡേറ്റ അടിച്ചു മാറ്റിയിരുന്നു. ഉദാഹരണത്തിന് 2013 യാഹുവിൻ്റെ സിസ്റ്റം ഹാക്ക് ചെയ്തവർ 3 ബില്യൺ യൂസേഴ്സിൻ്റെ വിവരങ്ങളാണ് അടിച്ചു മാറ്റിയത്. ഇതിൽ അവരുടെ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് ഉൾപ്പെടും. ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് വരുന്ന മെയിലൊക്കെ വേറൊരാൾ വായിക്കുന്നത്, അതിൽ നിങ്ങളുടെ ബാങ്കിൽ നിന്നുള്ള സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടാവാം, നിങ്ങളെ സംബന്ധിക്കുന്ന വളരെ പേഴ്സണലായ സെൻസിറ്റീവായ പല വിവരങ്ങളും ഉണ്ടാവാം. ഇതൊക്കെ വേറൊരാളുടെ കയ്യിൽ ചെന്നാൽ എന്തായിരിക്കും അവസ്ഥ? അവർക്ക് നിങ്ങളായിട്ട് നടിച്ച് പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും. നിങ്ങൾ അയക്കുന്ന പോലെ നിങ്ങൾക്ക് കാശ് തരാനുള്ള ഒരാൾക്ക് മെയിലയക്കാം, എന്നിട്ട് കാശ് അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ ഇടാൻ പറയാം. നിങ്ങളുടെ ബോസിനോ സഹപ്രവർത്തകർക്കോ ഒക്കെ നിങ്ങൾ അയക്കുന്ന പോലെ ഒരു മെയിൽ അയക്കാം. നിങ്ങൾ ഉപയോഗിക്കുന്ന മറ്റുള്ള സൈറ്റുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ഇതേ പാസ്വേഡ് തന്നെയാണ് വേറെ പല സ്ഥലത്തും ഉപയോഗിച്ചിട്ടുള്ളതെങ്കിൽ ആ സർവീസുകളിലും ഇവർക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. ഇനി അങ്ങനെയല്ല, നിങ്ങൾ വെവ്വേറെ പാസ്വേഡാണ് ഉപയോഗിച്ചിട്ടുള്ളതെങ്കിൽ തന്നെ നിങ്ങളുടെ പാസ്വേഡ് അവർക്ക് റീസെറ്റ് ചെയ്യാൻ പറ്റും, നിങ്ങൾ ഈ മെയിൽ ID ഉപയോഗിച്ചിട്ടുള്ളിടത്തൊക്കെ. അതുപോലെ നിങ്ങളുടെ മെയിലിൻ്റെ പാസ്വേഡ് അവർക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അങ്ങനെ വന്നാൽ പിന്നെ നിങ്ങൾക്ക് ആ മെയിലിലേക്ക് കയറാനും സാധിക്കില്ല. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന പല വെബ്സൈറ്റുകളും ആപ്പുകളും ഒക്കെ സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ അത്യാവശ്യം അഡ്വാൻസ്ഡ് ആണ്. അവർ പലപ്പോഴും പാസ്വേഡ് തകർക്കാൻ ബുദ്ധിമുട്ടുള്ള എൻക്രിപ്ഷൻ അൽഗോരിതം ഉപയോഗിച്ച് സെക്യൂറായിട്ടാണ് സൂക്ഷിക്കുന്നത്. അതോടെ പലപ്പോഴും ഹാക്കേഴ്സ് കമ്പനികളെ ടാർഗറ്റ് ചെയ്യുന്നതിന് പകരം ആ സേവനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളെ ടാർഗറ്റ് ചെയ്തു തുടങ്ങി. എന്തെന്നാൽ പലപ്പോഴും നമ്മുടെ സുരക്ഷ ദുർബലമാക്കുന്നത് നമ്മൾ തന്നെയാണ്. നമ്മൾ തിരഞ്ഞെടുക്കുന്ന പാസ്വേഡുകൾ, അതേപോലെ നമ്മൾ പാസ്വേഡ് സൂക്ഷിക്കുന്ന രീതി, ഇതൊക്കെ പലപ്പോഴും ഒരു ഹാക്കർക്ക് പലപ്പോഴും മാനിപ്പുലേറ്റ് ചെയ്യാൻ എളുപ്പമുള്ള രീതിയിലായിരിക്കും എന്നുള്ളതാണ് സത്യം. മിക്കപ്പോഴും നമ്മുടെ അലസതയാണ് നമ്മളെ അപകടത്തിലാക്കുന്നത്. നമ്മളിന്ന് ഒരുപാട് സർവീസുകൾ ഉപയോഗിക്കുന്നുണ്ട്, എന്നാൽ അവയ്ക്കെല്ലാം കൂടി നമ്മൾ ഉപയോഗിക്കുന്നത് മിക്കപ്പോഴും ഒരു പാസ്വേഡായിരിക്കും. പല പാസ്വേഡുകൾ ഓർത്തിരിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ
നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു സൈറ്റിൽ നിന്ന് നമ്മുടെ പാസ്വേഡ് ലീക്കായാൽ ആ പാസ്വേഡ് ലഭിക്കുന്ന ആൾക്ക് നമ്മുടെ മറ്റുള്ള സർവീസുകളിലേക്കും ആക്സസ് ലഭിക്കും. ഒരു വീടിൻ്റെ മുൻവാതിലിൻ്റെയും എല്ലാ മുറികളുടെയും താക്കോൽ ഒന്നായിരിക്കുന്നത് പോലെയാണിത്. ഇത് ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ല വഴി ഓരോ മുറിക്കും വെവ്വേറെ താക്കോൽ ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ്. അതായത് ഒരു സ്ഥലത്ത് ഉപയോഗിച്ച പാസ്വേഡ് വേറൊരു സ്ഥലത്ത് ഉപയോഗിക്കാതിരിക്കുക. അത്ര സെക്യൂർ അല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന സൈറ്റുകളിൽ ഒന്നും രജിസ്റ്റർ ചെയ്യാതിരിക്കുക. അതുപോലെ സാധിക്കുന്നിടത്തെല്ലാം 2 ഫാക്ടർ ഓതൻറ്റിക്കേഷൻ എനേബിൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് വരുന്നൊരു OTP അല്ലെങ്കിൽ ഗൂഗിൾ ഓതൻറ്റിക്കേറ്റർ, മൈക്രോസോഫ്റ്റ് ഓതൻറ്റിക്കേറ്റർ പോലെയുള്ള ആപ്പുകളിൽ തെളിഞ്ഞു വരുന്ന കോഡോ അടിച്ചാൽ മാത്രമേ പിന്നെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കഴിയുമെങ്കിൽ 3 മാസം കൂടുമ്പോൾ എല്ലാ പാസ്വേഡുകളും മാറ്റുക. ഇനി നമ്മൾ ഓരോ സ്ഥലത്തും വ്യത്യസ്ത പാസ്വേഡുകൾ ഉപയോഗിക്കാൻ തീരുമാനിച്ചാൽ തന്നെ ഇരിക്കട്ടെ. പലപ്പോഴും ഇത് നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമുള്ള വാക്കുകളായിരിക്കും. ഇതൊരു ഹാക്കറുടെ ജോലി വളരെ എളുപ്പമാക്കും. എന്താണെന്ന് വെച്ചാൽ മിക്കവാറും നമ്മൾ ഉപയോഗിക്കുന്ന എന്തെങ്കിലും വസ്തുക്കളുടെ പേരൊക്കെ അടങ്ങിയതായിരിക്കും ഈ പാസ്വേഡ്. ഉദാഹരണത്തിന് ഹ്യുണ്ടായി @123, വോൾസ്വാഗൺ @1234. ഇതൊക്കെ ക്രാക്ക് ചെയ്യാൻ ഒരു ഹാക്കർക്ക് വളരെ ചുരുങ്ങിയ സമയം മതി. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ വളരെ കോമൺ ആയിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്ന വാക്കുകളാണ് എന്നുള്ളതാണ് സത്യം. എങ്ങനെ നമുക്ക് ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാം? എങ്ങനെ നമുക്ക് സുരക്ഷിതരായിരിക്കാം? ഒരല്പം ശ്രദ്ധിച്ചാൽ ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഹാക്കറും ഒരു മടിയനാണ്. അത്യാവശ്യം നീളമുള്ള വളരെ കോംപ്ലക്സ് ആയ ഒരു പാസ്വേഡ് തകർക്കാൻ അവരധികം മെനക്കെടില്ല. ഒരു പാസ്വേഡ് ക്രാക്ക് ചെയ്യാൻ ഒരു നിശ്ചിത സമയത്തിൽ കൂടുതൽ ചിലവാക്കാൻ പൊതുവെ അവർ മെനക്കെടാറില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഒരു പാസ്വേഡ് തിരഞ്ഞെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ഓർക്കാൻ എളുപ്പമുള്ളതല്ല, തകർക്കാൻ ബുദ്ധിമുട്ടുള്ള പാസ്വേഡുകളാണ് നമുക്ക് വേണ്ടത്. ഓർത്തിരിക്കാനുള്ള വഴി ഞാൻ പിന്നീട് പറഞ്ഞുതരാം. സാധാരണ ഉപയോഗിക്കുന്ന വാക്കുകൾ, ഡിക്ഷണറിയിലുള്ള വാക്കുകൾ, ക്യാരക്ടർ കോമ്പിനേഷൻസ് തുടങ്ങിയവ ഒഴിവാക്കുക എന്നതാണ് ഒരു പാസ്വേഡ് തിരഞ്ഞെടുക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതുപോലെ ഇതിനു മുമ്പ് ഒരു പാസ്വേഡ് ബ്രീച്ചിൽ ഉൾപ്പെട്ട ഒരു പാസ്വേഡ് ഒരിക്കലും തുടർന്ന് ഉപയോഗിക്കാതിരിക്കുക എന്നതും വളരെ പ്രധാനമാണ്. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് പാസ്വേഡിൽ ചില ക്യാരക്ടേഴ്സിന് പകരം വേറെ ക്യാരക്ടർ ഉപയോഗിക്കുക എന്നത്. ഇപ്പോൾ I എന്നതിന് പകരം 1 ഉപയോഗിക്കുക, എസിന് പകരം $സൈൻ ഉപയോഗിക്കുക, O എന്നുള്ളതിന് പകരം 0 ഉപയോഗിക്കുക, എക്ക് പകരം @ ഉപയോഗിക്കുക. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പാറ്റേൺസൊക്കെ ഹാക്കർമാർക്കും അറിയാമെന്നുള്ളതാണ്. ഒരുപക്ഷെ സാധാരണ വാക്കുകൾ ഉപയോഗിക്കുന്നതിലും സുരക്ഷിതമാണിത്. എന്നാലും റിസ്ക് പൂർണ്ണമായിട്ടും ഒഴിവായിട്ടില്ല. ഒരു പാസ്വേഡ് തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ പാസ്വേഡ് മിനിമം 16 ക്യാരക്ടറെങ്കിലും ഉള്ളതായിരിക്കാൻ ശ്രദ്ധിക്കുക. എത്ര നീളം കൂടുന്നോ അത്രയും അത് തകർക്കാൻ ബുദ്ധിമുട്ടാണ്. ഇതിനൊരു വഴി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു വാക്ക് പാസ്വേഡായി തിരഞ്ഞെടുക്കാതെ ഒരു സെൻറ്റൻസ് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ തിരഞ്ഞെടുത്ത സെൻറ്റൻസിൽ നിങ്ങൾക്ക് വേറെ ക്യാരക്ടേഴ്സ് ഉപയോഗിച്ചാൽ കുറച്ചുകൂടി നന്നാവും. അല്ലെങ്കിൽ റാൻഡമായിട്ടുള്ള പല വാക്കുകൾ ചേർത്ത് ഒരു പാസ്വേഡ് ഉണ്ടാക്കുക. ഏറ്റവും നല്ലത് ഒരു സീരീസും ഇല്ലാതെ റാൻഡമായ അക്ഷരങ്ങളും അക്കങ്ങളും സ്പെഷ്യൽ ക്യാരക്ടേഴ്സും ഒക്കെ ചേർന്ന് ഒരു പാസ്വേഡ് തിരഞ്ഞെടുക്കുന്നതാണ്. ചില അക്ഷരങ്ങൾ അപ്പർ കേസും ചിലത് ലോവർ കേസും ആയിരിക്കണം. ഇത് ഓർത്തിരിക്കാൻ പലപ്പോഴും ബുദ്ധിമുട്ടാണ്, എന്നാൽ കൂടുതൽ സുരക്ഷിതമാണ്. അങ്ങനെ നമ്മൾ സുരക്ഷിതമായൊരു പാസ്വേഡ് തിരഞ്ഞെടുത്തെങ്കിൽ ഇനി അത് എങ്ങനെ സൂക്ഷിക്കാം അല്ലെങ്കിൽ ഓർത്തു വയ്ക്കാമെന്ന് കൂടി നോക്കാം. പലരും ടെക്സ്റ്റ് ഫയലിലും എക്സലിലും ഒക്കെ പാസ്വേഡ് എഴുതി വയ്ക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇത് ഒരിക്കലും റെക്കമെൻഡഡ് ആയിട്ടുള്ളൊരു കാര്യമല്ല. ഈ ഫയലിൽ ലഭിക്കുന്ന ആർക്കും കാര്യങ്ങൾ വളരെ എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളുടെ പാസ്വേഡ് മറ്റാർക്കും ഷെയർ ചെയ്യാതിരിക്കുക എന്നത്. അവർ അറിഞ്ഞുകൊണ്ടല്ലെങ്കിൽ പോലും അവരിൽ നിന്ന് ഈ പാസ്വേഡ് ചോരാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമതൊരാൾ അറിയുമ്പോൾ ഒരു രഹസ്യമല്ലാതാവുന്നു എന്നുള്ള പഴമൊഴി ഓർക്കുക. പാസ്വേഡ് നിങ്ങളുടെ മാത്രം ഒരു രഹസ്യമാണ്. അതുപോലെ ചിലർ എളുപ്പത്തിനായിട്ട് പാസ്വേഡ് ബ്രൗസറിൽ തന്നെ സേവ് ചെയ്ത് വയ്ക്കും, റിമെമ്പർ മീ ഓപ്ഷനൊക്കെ ഉപയോഗിച്ചിട്ട്. നമ്മൾ ഓരോ സൈറ്റിൽ ലോഗിൻ ചെയ്യുമ്പോഴും സേവ് ചെയ്യണോ എന്നിങ്ങനെ ബ്രൗസർ ചോദിച്ചുകൊണ്ടിരിക്കും. ഓർമ്മയിൽ സൂക്ഷിക്കാനുള്ള ബുദ്ധിമുട്ട് ആലോചിക്കുമ്പോൾ നമ്മൾ യെസ് ക്ലിക്ക് ചെയ്യും. ഇതും അത്ര നല്ലൊരു രീതിയല്ല. ഏതെങ്കിലും വഴിയിൽ ഒരു ഹാക്കർ നിങ്ങളുടെ കമ്പ്യൂട്ടർ ആക്സസ് ചെയ്താൽ
നിങ്ങളുടെ എല്ലാ പാസ്വേഡും ഹാക്കർക്ക് എളുപ്പത്തിൽ ലഭിക്കും. ചിലപ്പോൾ അവർക്ക് നിങ്ങളുടെ പാസ്വേഡ് മാറ്റാനും സാധിക്കും. കാരണം നമ്മൾ പലപ്പോഴും ഒരു സൈറ്റ് എടുക്കുമ്പോൾ തന്നെ നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും അതിൽ പോപ്പുലേറ്റ് ആയിട്ട് വരുന്നത് കാണാം. ഇതൊക്കെ ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ല വഴി പാസ്വേഡുകൾ സൂക്ഷിക്കാൻ ഒരു പാസ്വേഡ് മാനേജർ ഉപയോഗിക്കുക എന്നതാണ്. എന്താണ് ഒരു പാസ്വേഡ് മാനേജർ? എൻക്രിപ്റ്റഡ് ആയിട്ട് വളരെ സുരക്ഷിതമായി നിങ്ങളുടെ പാസ്വേഡുകളെല്ലാം സൂക്ഷിച്ചു വയ്ക്കാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളെയാണ് പാസ്വേഡ് മാനേജർ എന്ന് പറയുന്നത്. ഒരു പാസ്വേഡ് മാനേജർ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഏറ്റവും വലിയ ഉപകാരം നിങ്ങളുടെ പാസ്വേഡുകൾ ഓർമ്മയിൽ സൂക്ഷിക്കേണ്ട എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നീളമുള്ള, ഉദാഹരണത്തിന് ഒരു 32 ക്യാരക്ടറൊക്കെ നീളമുള്ള വളരെ കോംപ്ലക്സ് ആയ പാസ്വേഡുകൾ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഇത് നിങ്ങളുടെ സെക്യൂരിറ്റിയെ വളരെയധികം കൂട്ടുന്ന ഒരു കാര്യമാണ്. പിന്നെ ഈ പാസ്വേഡ് മാനേജർ തന്നെ നിങ്ങൾക്ക് അങ്ങനെയുള്ള പാസ്വേഡ്സ് ജനറേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. ഇന്ന് നമുക്ക് ഒരുപാട് പാസ്വേഡ് മാനേജറുകൾ ലഭ്യമാണ്. ലാസ്റ്റ് പാസ്, ബിറ്റ്വാർഡൻ, കീപ്പർ, വൺ പാസ്വേഡ്, ഡാഷ് ലൈൻ, നോട്ട് പാസ് തുടങ്ങിയ ഒരുപാട് ഓപ്ഷനുകളുണ്ട്. ഇതിൽ ചിലതൊക്കെ പെയ്ഡ് സർവീസാണ്, എങ്കിലും മിക്കവയ്ക്കും ചില നിയന്ത്രണങ്ങളോടെ ഫ്രീ വേർഷനും ഉണ്ട്. പെയ്ഡ് വേർഷനൊന്നും അത്ര ഉയർന്ന ചിലവ് വരുന്നൊരു കാര്യമല്ല. ഇപ്പോൾ ബിറ്റ്വാർഡൻ എടുക്കുകയാണെങ്കിൽ ബിറ്റ്വാർഡൻ ഒരു ഓപ്പൺ സോഴ്സ് പാസ്വേഡ് മാനേജറാണ്. ഇതിൻ്റെ ബേസിക് വേർഷൻ അത്യാവശ്യം ഫീച്ചർ റിച്ച് ആയിട്ടുള്ള ഒന്നാണ്, അത് ഫ്രീയുമാണ്. അതിൻ്റെ പ്രീമിയം വേർഷന് ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് വരുന്ന ചിലവ് $10 മാത്രമാണ്. മിക്കവർക്കും ഫ്രീ വേർഷൻ തന്നെ ധാരാളമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പാസ്വേഡ് വേറൊരാൾക്ക് ഷെയർ ചെയ്യണമെങ്കിൽ ആ ആളും ഇതേ പാസ്വേഡ് മാനേജർ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ കാര്യങ്ങൾ വളരെ എളുപ്പമാണ്. ഉദാഹരണത്തിന് നിങ്ങളുടെ വീട്ടിലെ കറണ്ട് ബില്ല് അടയ്ക്കണം. നിങ്ങളുടെ പങ്കാളിക്ക് KSEBയുടെ മാത്രം പാസ്വേഡ് ഷെയർ ചെയ്താൽ മതിയാവും. നല്ല പാസ്വേഡ് മാനേജർ സോഫ്റ്റ്വെയറുകൾക്കൊക്കെ എല്ലാ ബ്രൗസറുകൾക്കും ആഡ് ഓണോ പ്ലഗിനോ ഒക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ഐഫോൺ, ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനുകൾ. ഇതിനാൽ തന്നെ നിങ്ങളുടെ പാസ്വേഡുകൾ നിങ്ങൾക്ക് എവിടെയും എളുപ്പത്തിൽ ആക്സസിബിൾ ആയിരിക്കും എന്നുള്ള ഒരു കാര്യമുണ്ട്. ഇത് നിങ്ങളെ ഈസി ആയിട്ട് പാസ്വേഡ് ഫില്ല് ചെയ്യാൻ സഹായിക്കും. പല പാസ്വേഡ് മാനേജറുകളും പാസ്വേഡിന് പുറമെ ക്രെഡിറ്റ് കാർഡ് ഇൻഫർമേഷനും ഒക്കെ സെക്യൂറായി സൂക്ഷിക്കാനുള്ള ഓപ്ഷൻ ഉള്ളവയാണ്. ഒരുവിധം നല്ല പാസ്വേഡ് മാനേജറുകൾക്കൊക്കെ വേറെയും ചില ഗുണങ്ങളുണ്ട്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും പാസ്വേഡ് നേരത്തെ എക്സ്പോസ് ചെയ്യപ്പെട്ടതാണോ എന്നറിയാൻ ഇത് നമ്മളെ സഹായിക്കാറുണ്ട്. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന വീക്കായ പാസ്വേഡുകൾ, നമ്മൾ റീയൂസ് ചെയ്തിട്ടുള്ള പാസ്വേഡുകൾ, നമ്മൾ ഉപയോഗിക്കുന്നതിൽ സേഫ് അല്ലാത്ത വെബ്സൈറ്റുകൾ തുടങ്ങിയവ മനസ്സിലാക്കാനും നമ്മുടെ ഇമെയിൽ ID ഏതൊക്കെ ഡേറ്റ ബ്രീച്ചിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കാനും ഈ പാസ്വേഡ് മാനേജറുകൾ നമ്മളെ സഹായിക്കും. ഇതൊക്കെ പക്ഷേ മിക്കവാറും പ്രീമിയം ഫീച്ചർ ആയിരിക്കുമെന്ന് മാത്രം. പാസ്വേഡ് മാനേജർ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഒരു നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ ഇതൊരു സിംഗിൾ പോയിൻ്റ് ഓഫ് ഫെയിലിയർ ആണെന്നുള്ളതാണ്. ആർക്കെങ്കിലും നിങ്ങളുടെ പാസ്വേഡ് മാനേജറിൻ്റെ ആക്സസ് കിട്ടിയാൽ, അല്ലെങ്കിൽ അതിൻ്റെ പാസ്വേഡ് കിട്ടിയാൽ, അയാൾക്ക് നിങ്ങളുടെ എല്ലാ സർവീസുകളുടെയും വിവരങ്ങൾ ലഭിക്കും. ഇത് ഒഴിവാക്കാൻ പാസ്വേഡ് മാനേജറിൽ 2 ഫാക്ടർ ഓതൻറ്റിക്കേഷൻ എനേബിൾ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ പാസ്വേഡ് മാനേജറിൻ്റെ പാസ്വേഡ് നിങ്ങൾക്ക് എത്രമാത്രം കോംപ്ലക്സ് ആക്കാമോ അത്രയും കോംപ്ലക്സ് ആക്കുക. ഇത് ആരുമായിട്ടും ഷെയർ ചെയ്യാതിരിക്കുക, എവിടെയും എഴുതി വയ്ക്കാതിരിക്കുക. കഴിവതും ഓരോ മാസവും ഈ പാസ്വേഡ് മാറ്റുക. ഓരോ മാസവും സാധിച്ചില്ലെങ്കിലും 2 മാസം കൂടുമ്പോൾ നിർബന്ധമായിട്ടും അത് മാറ്റുക. പിന്നെ പാസ്വേഡ് മാനേജറിന് ഉപയോഗിക്കുന്ന ഇമെയിൽ ID ഒരിക്കലും നിങ്ങളുടെ മെയിൻ ഇമെയിൽ ID അല്ലാതെ വേറൊരു ഇമെയിൽ ID ഉപയോഗിക്കുക. അങ്ങനെ നിങ്ങളുടെ വിവരങ്ങൾ, പാസ്വേഡുകൾ ഒക്കെ സേഫ് ആയിരിക്കട്ടെ. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഇമെയിൽ വഴിയോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴിയോ എന്നെ അറിയിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ പോഡ്കാസ്റ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോമിലാണോ ഇത് കേൾക്കുന്നത് അവിടെ വീക്ക്ലി മ്യൂസിങ്സ് ഫോളോ ചെയ്താൽ പുതിയ എപ്പിസോഡുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അടുത്ത ആഴ്ച പുതിയൊരു വിഷയവുമായി കേട്ടുമുട്ടാം. അതുവരെ വിട. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടേക്ക് കെയർ.